ടാറ്റ സിയറ ഏതാ മോഡല്? 2026 5 മാസം മാത്രം പഴക്കമുള്ളൂ. 5 മാസം പഴക്കമുള്ള വെറും 4700 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 2023 മോഡല് മഹീന്ദ്ര താർ 2 വീൽ പെട്രോൾ ഓട്ടോമാറ്റിക്. കിലോമീറ്റർ ഇതും ഹൈലൈറ്റ് ആണ്. 14000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വെറും 14,700 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പ്രൈസ് ഓൺ ഓഫറിൽ. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഷമീർ കാസിലെത്തി. ഷമീർ ഖാന്റെ കൂടെ. ഷമീർ ഖാ സ്വാഗതം. അപ്പോ എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ. ഷമീർ ഖാ കളർഫുൾ ആക്കിയിട്ടുണ്ട്. സ്വാതന്ത്ര്യ ദിനം അടിപൊളിയാക്കാണ് അല്ലേ? ആകണല്ലോ, കാരണം ഇപ്രാവശ്യത്തെ 80ാമത്തെ ഇൻഡിപെൻഡൻസ് ഡേ ആണ്. 80ാമത്തെ ഇൻഡിപെൻഡൻസ് ഡേ. ഓക്കെ. അപ്പൊ ഷമീർ ഖാ, ഓഫേഴ്സ് എന്തൊക്കെയാ? നമ്മളെ ഓഫേഴ്സ് ഇന്നലെ മുതൽ സ്റ്റാർട്ട് ചെയ്തു. ഇൻഡിപെൻഡൻസ് ഡേ പ്ലസ് ഓണം. നമ്മളെ ഓഫർ കഴിഞ്ഞ 2 ഓണത്തിനും നമ്മൾ അടിപൊളി ഓഫറുകളും നല്ല സമ്മാനങ്ങളും കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യത്തെ ഓണം അതിലും കളറാക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് അടിപൊളി ഓഫറുകളാണ് നമ്മൾ ഈ പ്രാവശ്യം ചെയ്തിട്ടുള്ളത്. എന്തായാലും കണ്ടുനോക്കാം എന്തൊക്കെയാ സ്പെഷ്യൽ റേറ്റ്. അതാണ് എല്ലാവർക്കും അറിയേണ്ടത്. പ്രൈസ് വൈസ് കഴിഞ്ഞ വർഷത്തെ പോലെ നമ്മൾ അഡീഷണൽ ഡിസ്കൗണ്ടുകൾ കൊടുക്കുന്നുണ്ട്. രണ്ടാമത്തത് നമ്മുടെ അടുത്ത് ഈ സമയത്ത് പർച്ചേസ് ചെയ്യുന്ന മുഴുവൻ കസ്റ്റമേഴ്സിനും പർച്ചേസിനൊപ്പം ഒരു വാല്യുബിൾ അഷ്യൂർഡ് ഗിഫ്റ്റ് ഉണ്ടാവും. പ്ലസ് നമ്മൾ സെലക്റ്റീവായ വാഹനങ്ങൾക്ക് നമ്മളൊരു ഓഫർ പ്രൈസ് ഇട്ട് വീഡിയോ ചെയ്യാറുണ്ടായിരുന്നു. വളരെ സെലക്റ്റീവ് ആയ വാഹനങ്ങൾക്ക്. പക്ഷെ നമ്മുടെ അടുത്ത് ഇപ്പം നിലവിലുള്ള മുഴുവൻ സ്റ്റോക്കുകൾക്കും ഓണം സ്പെഷ്യൽ പ്രൈസ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അത് ഈ മാസം ലാസ്റ്റ് വരെ അല്ലേ? ഈ മാസമല്ല, നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ 14 മുതൽക്ക് അടുത്ത മാസം 14 തീയതി വരെ. അടുത്ത മാസം 14 വരെ ഓണം സീസൺ. അത് കൊടുക്കുന്നത് ഇതിൽ തീരുന്നില്ല. ഇതിനപ്പുറമായിട്ടൊരു ചെറിയൊരു മെഗാ സമ്മാനം നമ്മൾ കൊടുക്കുന്നു, ബമ്പർ പ്രൈസ് ആയിട്ട്. എന്തായാലും ഇവിടുത്തെ ഈ ഷോറൂമിന്റെ, അതായത് നടക്കാവ് ഷോറൂമാണ്, 10 ലക്ഷത്തിന്റെ മേലെ ബഡ്ജറ്റുള്ള വണ്ടി അല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഈ ഓഫറുകളെല്ലാം 2 ഷോറൂമുകളിലും ഉണ്ടാവും. 2 ഷോറൂമുകളിൽ നമ്മൾ ഓഫറുകൾ ഉണ്ടാവും. പ്ലസ് ഈ മെഗാ ബമ്പർ സമ്മാനം എന്ന് പറഞ്ഞാൽ ഈ സമയത്ത് നമ്മുടെ അടുത്ത് പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിൽ നിന്ന് നറുക്കെടുത്തിട്ട് 2 കസ്റ്റമേഴ്സിന് ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് കൊടുക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇന്റർനാഷണൽ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ഏതെങ്കിലും ഒരു കൺട്രി മാത്രം പറയും. നമ്മളൊരു 4 കൺട്രികൾ വെച്ചിട്ടുണ്ട്. ഇതിൽ മലേഷ്യ കൊടുക്കുന്നുണ്ട്, തായ്ലൻഡ് കൊടുക്കുന്നുണ്ട്, ശ്രീലങ്ക കൊടുക്കുന്നുണ്ട്, മാൽദീവ്സ് കൊടുക്കുന്നുണ്ട്. കാരണം ചില പ്രൈസ് കിട്ടുന്ന ആൾ ഓൾറെഡി ചിലപ്പം മലേഷ്യ പോയിരിക്കും. നമ്മൾ അപ്പൊ അവർക്ക് താല്പര്യം ഇല്ലാതെ പോകണ്ട. നമ്മുടെ അടുത്ത് കിട്ടുന്ന ഒരു കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആവണം എന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്ത് ആ കിട്ടുന്ന കസ്റ്റമർക്ക് തീരുമാനിക്കാം ഏത് രാജ്യമാണെന്നുള്ളത്. അത് നമ്മൾ വെറും ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് മാത്രമല്ല പറയുന്നത്, ഫുൾ എക്സ്പെൻസ് നമ്മൾ കൊടുക്കാൻ. ഫ്ലൈറ്റ് ടിക്കറ്റ്, താമസം, ഭക്ഷണം എല്ലാം കൊടുത്ത് അവരെ സാറ്റിസ്ഫൈഡ് ആക്കി തിരിച്ചു വരണം എന്നുള്ള ആഗ്രഹത്തിലുള്ളവർ കൊടുക്കണം പോകുന്നത്. തീർച്ചയായും. ഓക്കെ. അപ്പൊ അടിപൊളി ഓഫർ കാര്യങ്ങളൊക്കെ ഓണം പൊളിക്കാനുള്ള പരിപാടിയാണ്. പിന്നെ വണ്ടിയുടെ ക്വാളിറ്റിയിൽ അങ്ങനത്തെ ഒരു സംശയം വേണ്ട, ധൈര്യമായിട്ട് വന്നെടുക്കാം. അത് 100% നിങ്ങൾക്ക് ഗ്യാരണ്ടി. ക്വാളിറ്റിയുള്ള വാഹനം മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ. അതർ സ്റ്റേറ്റിൽ അറിയില്ല, തട്ടിയ വണ്ടിയില്ല, ഒന്നും ഉണ്ടാവില്ല. എന്തായാലും കണ്ടുനോക്കാം. ഇത് നടക്കാവ് ഷോറൂമാണ്. നടക്കാവ് ഷോറൂമിന്റെ വാർഷികമൊക്കെ വരാനുണ്ട്. ഒക്ടോബറിൽ നമ്മൾ വരും. 2 മാസം കൊണ്ട് വരും. 2 ഒക്ടോബറിൽ തുടങ്ങി. ഒക്ടോബർ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് എന്റെ നിക്കാഹ് കഴിഞ്ഞ മാസമാണ്. അതേപോലെ തന്നെ 2 ഷോറൂമും ഓപ്പൺ ചെയ്തത് ഒക്ടോബറാണ്. ഒക്ടോബർ നമുക്ക് ഇമ്പോർട്ടന്റ് ഒന്നാണ്. എന്തായാലും ബാക്കി ഡീറ്റെയിൽ നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോക്കാം. കോൺടാക്ട് നമ്പർ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കണം. ആദ്യ വാഹനം നമുക്ക് സിയാറയിൽ തുടങ്ങാം. ഷമീർ ഖാന്റെ അടുത്ത് സിയാർ എത്തിയെന്ന് ഞാൻ അറിഞ്ഞിരുന്നു, പക്ഷെ നമുക്ക് അന്ന് ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോഴാണ് കിട്ടുന്നത്. ഓക്കെ. അപ്പോ ടാറ്റ സിയാറ ഏതാ മോഡല്? 2026 5 മാസം മാത്രം പഴക്കമുള്ളൂ. 5 മാസം പഴക്കമുള്ള വെറും 4700 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അല്ല, ഇതിൽ മോഡൽ ചോദിക്കേണ്ട കാര്യമില്ല. ഡിഫിക്കൽട്ട് പാറ്റേൺ. ഓക്കെ. 5 മാസം പഴക്കമുള്ളൂ എന്തായാലും. പിന്നെ ഓട്ടം 4700 കിലോമീറ്റർ. ഏതാ ഓപ്ഷൻ? ഏതാ? പ്യുവർ എന്ന വേരിയന്റ് ആണ് വരുന്നത്. പ്യുവർ പെട്രോൾ മാനുവൽ വരുന്നത്. പെട്രോൾ മാനുവൽ മിഡിൽ ഓപ്ഷൻ ആയിട്ട് വരും. മിഡിൽ ഓപ്ഷൻ അടുത്ത് വരുന്ന സാധനം. ഓക്കെ. വേറെ സൺറൂഫ് ഉണ്ടാവില്ല. ഇലക്ട്രിക് മിറർ ഉണ്ട്, പിന്നെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ഉണ്ട്, അതേപോലെ തന്നെ നമ്മളെ സ്റ്റിയറിംഗ് ഓഡിയോ കൺട്രോൾ സിസ്റ്റം വരുന്നുണ്ട്. അത്യാവശ്യം ഒരു ഫുൾ ഓപ്ഷന്റെ ഇന്റീരിയർ ഫുൾ ഓപ്ഷന്റെ അതേപോലെ തന്നെ ഉണ്ട്. സത്യം പറഞ്ഞ സിയാറയ്ക്ക് ഒരു എൻക്വയറി എന്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ ചോദിച്ചില്ല. ഓട്ടോമാറ്റിക് അതായത് മാർക്കറ്റിൽ ഇറങ്ങുന്നതിന് മുന്നേ ഇത് വന്ന ഉടനെ നമ്മൾ ലോണിന്റെ ഒരു പ്രശ്നത്തിന് പോലെ നിൽക്കായിരുന്നു. ഒരു കസ്റ്റമർ ഓസ്ട്രേലിയയിൽ നിന്ന് വിളിച്ച് ഡീലാക്കി വെച്ചായിരുന്നു. നമ്മളതിന് ആരും പറഞ്ഞല്ലോ. സത്യത്തിൽ വണ്ടി വന്നിട്ട് 1 ആഴ്ച കഴിഞ്ഞു. ഓക്കെ. അപ്പോ 4000 ഓടിയിട്ടുള്ളൂ കേട്ടോ. എല്ലാം 29 വരെ കമ്പനി വാറണ്ടി. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണേൽ എക്സ്റ്റെൻഡ് ചെയ്യാം. എടുക്കുകയാണെങ്കിൽ 2 വർഷം കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കാം. ഓക്കെ. അപ്പോ സേഫസ്റ്റ് ആയിട്ടുള്ള ഒരു വണ്ടി. എത്രയാ ചോദ്യം? നമുക്ക് ചോദിച്ചിരുന്നത് 13.5 ലക്ഷം രൂപ ആയിരുന്നു. നമ്മളെ ഓണം സ്പെഷ്യൽ ഓഫർ പ്രൈസിൽ നെറ്റ് പ്രൈസ് ആയിട്ട് 12,95,000 രൂപ. 12,95,000 ഫൈനൽ പ്രൈസ്. അപ്പോ താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും നോക്കാം. പുതിയ വണ്ടിക്ക് ശരിക്കും എത്ര ഉണ്ട്? 15,60 വരുന്നുണ്ട്.
15,000 പെട്രോൾ മാനുവലിന്. ഓക്കെ, അപ്പോ ചെറിയ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ, ഇത്രയും ലക്ഷം നിങ്ങൾ സീറ്റിന്റെ പ്ലാസ്റ്റിക് കവർ വരെ പൊളിച്ചിട്ടില്ല. അതെ, ഈ ഒരു ഡിഫറൻസ് ഇല്ല. ഈ എമൗണ്ട് നിങ്ങൾ ലോണിലേക്ക് നോക്കുകയാണെങ്കിലും അവർ മാറ്റം വരുമല്ലോ എന്തായാലും അല്ലേ? എന്തായാലും വരും. നമുക്ക് നമ്മുടെ അടുത്ത് അട്രാക്റ്റീവ് റേറ്റിൽ ഇൻട്രസ്റ്റ് റേറ്റിൽ നമ്മൾ കൊടുക്കുന്നത്, കാരണം നമുക്ക് മറ്റു ചാർജ് ഒന്നും എടുക്കാത്തതുകൊണ്ട്. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോകും. അടുത്തത് മഹീന്ദ്ര XUV 700 ബ്ലാക്ക് കളറാണ്. ഏതാ മോഡല്? 2024 മോഡല് XUV 700 ടോപ്പ് എൻഡ് വേരിയന്റ് ആയ AX7 ലക്ഷറി AX7L ഏറ്റവും ടോപ്പ് എൻഡ് ഡീസൽ ഓട്ടോമാറ്റിക്കാ? ഡീസൽ ഓട്ടോമാറ്റിക്. ഓക്കെ, അപ്പോൾ എല്ലാ ഫീച്ചേഴ്സും അഡാസ് അടക്കമുള്ള എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനമാണ്. 7 സീറ്റർ, ഫീച്ചറിസ്റ്റിക് 7 സീറ്റർ ആണ്. കിലോമീറ്റർ 55,000 ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പ്, കറക്റ്റ് സർവീസ്. ഓക്കെ, ഷമീർ ഇതൊന്ന് പോളിഷ് ചെയ്യണ്ടോ വണ്ടി? ഇതാ ഇന്ന് രാവിലെ എത്തിയതുള്ളൂ. ഫസ്റ്റിൽ കയറ്റിയതുള്ളൂ. XUV 700 നമ്മുടെ അടുത്ത് ഫസ്റ്റ് കാണിക്കേണ്ടതുണ്ട്. ഓക്കെ, ഒന്നേ ഉള്ളൂ, വേറെ ഒന്നുമില്ല, ക്ലെയിമും കാര്യങ്ങളൊന്നുമില്ല. ഫുൾ കമ്പനി സർവീസിലാണ്. ഓക്കെ, വാറണ്ടി കഴിഞ്ഞിട്ടില്ല? ഇല്ല, 2025 വണ്ടി ഇറങ്ങിയത്. 2024 മോഡൽ 25 രജിസ്ട്രേഷൻ. 24 മോഡൽ 25. 28 വരെ ഉണ്ടാവും. 28 വരെ കമ്പനി വാറണ്ടി നിലവിൽ വാറണ്ടിയിലുള്ള വണ്ടി. 23 മോഡൽ കൂടി വണ്ടിയാണ്. അപ്പോ പ്രൈസ് ലോണ്? അതെ, പ്രൈസ് നമ്മളെ സംബന്ധിച്ച് ഒന്നിറങ്ങുന്ന സമയത്ത് 30 ലക്ഷത്തിന്റെ മുകളിലുണ്ടായിരുന്നു. പിന്നെ ചെറിയ വ്യത്യാസം വന്നു. ഇപ്പൊ നമ്മളെ പ്രൈസ് വന്നിരിക്കുന്നത് 23,40,000 ആണ്. പക്ഷെ നമ്മളെ ഓണം പൊട്ടിച്ച സ്പെഷ്യൽ റേറ്റ് 22,90,000 രൂപ നെറ്റ് പ്രൈസ്. 22,90,000, 50,000 ഒറ്റടിക്ക് കുറച്ചിട്ടുണ്ട്. അതെ, ഓൾറെഡി നമ്മുടെ പ്രൈസ് നിങ്ങൾ കമ്പയർ ചെയ്താൽ മനസ്സിലാവും. അതേഴ്സ് വെച്ച് നോക്കുന്ന സമയത്ത് നമ്മൾ പ്രൈസ് കുറവാണ്. പ്ലസ് നമ്മളെ ഓണത്തിന് പറഞ്ഞിരിക്കുന്ന ഓണം സ്പെഷ്യൽ പ്രൈസ് ആണ് 22,90,000 രൂപ. ഓക്കെ, സെപ്റ്റംബർ 14 വരെ. സെപ്റ്റംബർ 14 വരെ ഈ ഓഫർ നിലവിലുണ്ടാവും. അതെ, 14-ാം തീയതി ഞാൻ പറഞ്ഞു. 14-ാം തീയതി കഴിഞ്ഞ് 15-ാം തീയതി ഞങ്ങൾ ലൈവ് ആയിട്ട് നറുക്കെടുപ്പ് നടത്തുകയും ചെയ്യും, എല്ലാവരെയും കാണിച്ചിട്ട്. ഇതിന്റെ ഇടയിൽ പർച്ചേസ് ചെയ്ത് ഈ സമയത്ത് പർച്ചേസ് ഇതല്ലേ ബമ്പർ സമ്മാനം പറഞ്ഞില്ല ആ കേസ്. അതെ, ഓക്കെ. എന്തായാലും ലോൺ മാക്സിമം കയറും ഒരു 21 മുകളിൽ ലോൺ കിട്ടും. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് കിയ സൈറസ് ആണ്. അതും ബ്ലാക്ക്. ഏതാ മോഡല്? 2025 മോഡല് കിയ സൈറസ് HTK ഓപ്ഷൻ എന്ന വേരിയന്റ്, ഡീസൽ മാനുവൽ ട്രാൻസ്മിഷൻ. HTK ഓപ്ഷൻ എന്ന് പറയുന്നത് മിഡിൽ ഓപ്ഷൻ ആണ്. പക്ഷേ ഇതിൽ തന്നെ എല്ലാ ഫീച്ചേഴ്സും ഫീച്ചേഴ്സ് വരുന്ന പുഷ് ബട്ടൺ എല്ലാം വരുന്നുണ്ട്. പുഷ് ബട്ടൺ വരുന്നുണ്ട്. ഓക്കെ, അപ്പോ ഡീസൽ മാനുവൽ. ഓക്കെ, മൈലേജ് ഉണ്ടാവും. മൈലേജ് മറ്റേ വണ്ടിയാണ്. മിനിമം ഒരു 16-18 വരെ ഒക്കെ കിട്ടും മൈലേജ്. അതിന്റെ ഇടയിലായിട്ട് എന്തായാലും മൈലേജ് ഉണ്ടാവും. ക്ലെയിമോ റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നുമില്ല. കിലോമീറ്റർ 42,000 കിലോമീറ്റർ ഓടിച്ചു. 42,000 അല്ലേ? ഓക്കെ, വാറണ്ടി ഇപ്പൊ 28 വരെ വാറണ്ടി, 7-ാം മാസം വരെ വാറണ്ടി 2020. എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും 2 വർഷം കൂടി. പ്രൈസ് എങ്ങനെയുണ്ട്? പ്രൈസ് നമ്മള് ഓഫർ പ്രൈസ് പറഞ്ഞ പോലെ നെറ്റ് പ്രൈസ് നമുക്ക് 11,35,000 രൂപ കൊടുക്കാം. 11,35,000 നിങ്ങൾക്ക് 2025 മോഡൽ സൈറസ് HTK ഓപ്ഷനിൽ ഡീസൽ മാനുവൽ വാഹനം കൊണ്ടുപോകാം. 42,000 കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പ്. ഓക്കെ, അപ്പൊ നോക്കിക്കോളൂ. താല്പര്യം ഉണ്ടെങ്കിൽ മാക്സിമം 90% ലോൺ 95% എന്തായാലും കൊടുക്കും. കിയ സോണറ്റ് ആണ് അടുത്തത്. വൈറ്റ് കളർ. ഷമീർക്ക സ്വാതന്ത്ര്യത്തോടനുബന്ധിച്ചിട്ട് ഫുൾ വൈറ്റ് ആൻഡ് വൈറ്റ് ആണ് അല്ലേ? ഓക്കെ, അപ്പൊ നമ്മളൊരു വൈറ്റ് വണ്ടിയിലേക്ക് പോവാം. അപ്പോ എങ്ങനെയാ ഡീറ്റെയിൽ ഇത്? 2024 ഡിസംബർ സോണറ്റിന്റെ ഏറ്റവും ടോപ്പ് എൻഡ് വേരിയന്റായ GT ലൈനിൽ പെട്രോൾ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ. പെട്രോൾ ഏറ്റവും ഫുൾ ഓപ്ഷൻ വാഹനമാണ്. ഓക്കെ, എന്താ പറയാ, സീറ്റ് വെന്റിലേഷൻ, വയർലെസ് ചാർജർ, അങ്ങനത്തെ ഫീച്ചേഴ്സ് എല്ലാം വരുന്ന വണ്ടി. സൺറൂഫ് ഉണ്ടാവും. പിന്നെ 24 മോഡല്. ഇതും കമ്പനി വാറണ്ടി തന്നെ ഇപ്പൊ കാണുന്ന ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളും കമ്പനി വാറണ്ടി തന്നെ. ഫുൾ വാറണ്ടി. 27 12-ാം മാസം വരെ, 27 ലാസ്റ്റ് വരെ വാറണ്ടിയിൽ നിൽക്കുന്ന വാഹനമാണ് ഇതും. സിംഗിൾ ഓണർഷിപ്പിൽ വെറും 15,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. 15,000 മാത്രമേ, 26,000 മാത്രമേ ഓടിയിട്ടുള്ളൂ. ഒരു ക്ലെയിമും ഇല്ല. ഓക്കെ, പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. മൈലേജ് ഒരു 11, 14, 15 വരെയൊക്കെ ഏകദേശം. ഓക്കെ, സെൽട്ടോസിന് പെട്രോൾ ഓട്ടോമാറ്റിക്കിനും 16 വരെയൊക്കെ ഉണ്ടെന്നാ പറയുന്നത് മൊത്തത്തില്. ഞാൻ പറയില്ല. എത്രയാ പ്രൈസ്? എത്രയാ ഇത്? നമുക്ക് നെറ്റായിട്ട് 13,15,000 രൂപ. 13,15,000. ഓക്കെ, പെട്രോൾ ഓട്ടോമാറ്റിക് ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടി, ഓട്ടം കുറവുള്ള വണ്ടി. 15,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അതെ. ഓക്കെ, അപ്പോ ഏകദേശം ഒരു 95% ലോണും കൊടുക്കാൻ പറ്റും. വീണ്ടും സോണറ്റ് തന്നെ വൈറ്റ് കളർ. പക്ഷേ ഷേപ്പ് ഇതിന്റെ നേരത്തെ കണ്ടതിന് മുന്നത്തെ ഷേപ്പ്. ഏതാ മോഡല്? 2022 മോഡല് സോണറ്റ് ഡീസൽ HTX വേരിയന്റിൽ
ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ. ഓക്കെ, ഡീസൽ ഓട്ടോമാറ്റിക് വാഹനമാണ്. HT-X ആണ്. ഇന്നോവ X പ്ലസും GT ലൈനും വരും. ഇതിൽ തന്നെ സൺറൂഫ്, അലോയ്സ്, പുഷ് ബട്ടൺ ഒക്കെ ഉണ്ടാവും. എല്ലാം വരുന്നുണ്ട്. സീറ്റ് വെന്റിലേഷൻ, വയർലെസ് ചാർജർ ഒന്നും ഉണ്ടാവില്ല എന്നേ ഉള്ളൂ. ഓക്കെ, പിന്നെ കിലോമീറ്റർ 52,000. 22 52,000 ഓടി. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് തന്നെ അല്ല? സിംഗിൾ, സെക്കൻഡ് ഓണർഷിപ്പിൽ. സെക്കൻഡ് ഓണർ. എക്സ്റ്റൻഡ് വാറണ്ടി ഉണ്ടോ? നിലവിൽ വാറണ്ടിയിലുള്ള വണ്ടിയാണ്. നിലവിൽ വാറണ്ടി ഉണ്ട്. അപ്പോൾ 27 വരെ വാറണ്ടി നിൽക്കുന്ന വാഹനമായിരിക്കും. ഓക്കെ, അപ്പോൾ വേറെ ക്ലെയിമും കാര്യമൊന്നുമില്ല അല്ലേ? അല്ല, റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് ഒന്നുമില്ല. പെട്രോൾ ഓട്ടോമാറ്റിക്കിന് മൈലേജ് കുറവാണെങ്കിൽ ഇതിന് മൈലേജ്, നല്ല മൈലേജ് കിട്ടും. ഇതൊരു 17-20 വരെ മൈലേജ് എന്തായാലും പ്രതീക്ഷിക്കാം. ഓക്കെ, പ്രൈസ് എങ്ങനെയാ? നമുക്ക് നെറ്റായിട്ട് 11 ലക്ഷം രൂപ കൊടുക്കും. 11 ലക്ഷത്തിന് 22 മോഡൽ പെട്രോൾ ഡീസൽ ഓട്ടോമാറ്റിക് HT-X സിംഗിൾ ഓണർഷിപ്പ് വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകാം. 52,000 കിലോമീറ്റർ. 52,000 കിലോമീറ്റർ. അപ്പോൾ ലോണ് 90% ലോണും കൊടുക്കാം. 90% എന്തായാലും ലോണും കൊടുക്കും. ഓക്കെ, അപ്പോൾ ബാക്കി നിങ്ങളുടെ ട്രാക്ക് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ലോൺ എല്ലാം അങ്ങനെ തന്നെയാണ്. വണ്ടിന്റെ കാര്യമാണ് പറഞ്ഞത്, ബാക്കി നിങ്ങളുടെ ട്രാക്ക് ഡിപ്പെൻഡ് ചെയ്തു. അടുത്ത വണ്ടി ഇതാ വീണ്ടും ബ്ലാക്ക് ആണ്. ഹ്യുണ്ടായി ക്രെറ്റ ബ്ലാക്ക് കളർ. ഏതാ മോഡൽ ഇത്? 2022 മോഡല് ഡീസൽ മാനുവൽ ക്രെറ്റ ഈ നിറ വേരിയന്റ് ആണ്. സിംഗിൾ ഓണർഷിപ്പിൽ കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനം ഈ ആണ്. ഒരു മൈലേജ് പ്രതീക്ഷിക്കുന്ന ഒരാൾക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. AC, പവർ സ്റ്റിയറിംഗ്, 4 പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ, ഇത്രയും ഫീച്ചേഴ്സ് വരും. ഓക്കെ, നല്ല മൈലേജ് ഉണ്ടാവും. പുഷ് ബട്ടൺ നിലവിലും സൺറൂഫ് ഒന്നും ഉണ്ടാവില്ല. അതൊന്നും ഉണ്ടാവില്ല. 18-20 റേഞ്ച് മൈലേജ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. റീപ്ലേസ്മെന്റ് കാര്യമൊന്നുമില്ല. നല്ല ക്ലീൻ ഫുൾ ക്ലീൻ ഉള്ള വണ്ടിയാണ്. എത്രയാ സർവീസ് എല്ലാം? പക്കാ സർവീസ് ഉള്ള വണ്ടി. എത്രയാ? നമുക്ക് നെറ്റായിട്ട് 11,25,000 രൂപ കൊടുക്കാം. ഏകദേശം 90% ലോണും കൊടുക്കാം. 11,4 ലക്ഷത്തിന് 2022 ഡീസൽ ഈ ഓപ്ഷൻ ക്രെറ്റ നിങ്ങൾക്ക് കൊടുക്കാം. അപ്പോൾ താല്പര്യം എന്തായാലും നോക്കിക്കോ. ലോൺ മാക്സിമം 90% ലോൺ കൊടുക്കാം. ക്രെറ്റ കണ്ടു. അടുത്തത് സെൽട്ടോസ് ആണ്. സെൽട്ടോസ് ഏറ്റവും ന്യൂ ഷേപ്പ് വാഹനമാണ് അല്ലേ? അതെ. ഏതാ മോഡൽ ഇത്? 2026 ലേറ്റസ്റ്റ് ഇറങ്ങിയ ടൈപ്പ്. ഇപ്പൊ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് 5 മാസം മുമ്പ് ഇറങ്ങിയില്ലേ, ആ ടൈപ്പില് HT-X വേരിയന്റ് പെട്രോൾ ഓട്ടോമാറ്റിക്. HT-X പക്ഷേ ഒരുപാട് ഫീച്ചേഴ്സ് മാറിയിട്ടുണ്ട് പഴയ മോഡൽ. ഇതിന്റെ മുകളിൽ GT ലൈനാണ് വരിക. പക്ഷെ മുമ്പത്തെ HT-X സീറ്റ് വെന്റിലേഷൻ വരില്ലായിരുന്നു, ഇലക്ട്രിക് അഡ്ജസ്റ്റ്മെന്റ് വരില്ലായിരുന്നു, അതേപോലെ തന്നെ പിന്നെ വയർലെസ് ചാർജർ വരില്ലായിരുന്നു. ഇപ്പൊ അതെല്ലാം വരുന്നുണ്ട്. ഓക്കെ, ടോപ്പിലേക്ക് പോകുമ്പോൾ അഡാസും പിന്നെന്താ 360 ക്യാമറ, 360 അഡാസ് വെച്ച് ബാക്കിയെല്ലാം വരുന്നുണ്ട്. ബാക്കി എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനമാണിത്. പണ്ടാണെങ്കിൽ അത്ര ഒന്നും വരില്ലായിരുന്നു. ഇപ്പൊ ഫീച്ചേഴ്സ് മാറി, വണ്ടി ഷേപ്പ് മാറി. കിലോമീറ്റർ വെറും 7,700 കിലോമീറ്റർ. ഒരു മാസത്തിന്റെ പഴക്കല്ലേ? ഏകദേശം അത്രയായിട്ടേ ഉള്ളൂ. 29 വരെ കമ്പനി വാറണ്ടി, വേണമെങ്കിൽ 2 വർഷം എക്സ്റ്റെൻഡ് ചെയ്യാനും പറ്റും. പുതിയ വണ്ടിന്റെ വില 23 ലക്ഷം രൂപ വരും. IVT ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. 22,90,000. രണ്ടും ഉണ്ടല്ലേ? വരുന്നുണ്ട്. 7,700 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പ്രൈസ് എങ്ങനെയാണ്? നമ്മൾ ഒരു 18,90 നെറ്റ് പ്രൈസ് ഓൺ ഓഫറിൽ 18,50,000. 18.5 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു വാഹനം കൊണ്ടുപോകാം കേട്ടോ. ഫുൾ എമൗണ്ട് വേണം നമുക്ക് ലോൺ കൊടുക്കാം. നല്ല ട്രാക്കുള്ള വണ്ടിയാണ്. 4 ലക്ഷം ഇത്രയും വ്യത്യാസം വന്നു. നല്ല ഡിമാൻഡുള്ള വണ്ടിയാണ്. ഓക്കെ, തീർച്ചയായും. അടുത്ത വണ്ടിയിലേക്ക് സെഡാൻ കാറ്റഗറി 2 ഉണ്ട്. ആദ്യം സ്ലാവിയ തന്നെ വർച്ചസ് ഉണ്ട് അപ്പുറത്ത് അല്ലേ? ഓക്കെ, അപ്പൊ സ്ലാവിയ വൈറ്റ് കളർ ഇതെങ്ങനെയാ മോഡല്? 2024 മോഡൽ സ്കോഡ സ്ലാവിയ ആംബിഷൻ പെട്രോൾ ഓട്ടോമാറ്റിക്. പെട്രോൾ ഓട്ടോമാറ്റിക് ആംബിഷൻ മിഡിൽ ഓപ്ഷൻ. പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. 24-27 വരെ വാറണ്ടിയിലായിരിക്കും, കമ്പനി വാറണ്ടിയിലായിരിക്കും. സീറോ ക്ലെയിം അല്ല വണ്ടി? സീറോ ക്ലെയിം വണ്ടി. കിലോമീറ്റർ ഓടിക്കുന്ന വെറും 9,500. ലോ കിലോമീറ്റർ 7,000, 9,000, 4,500. 24 മോഡൽ 9,500 കിലോമീറ്റർ ആണ്. പ്രൈസ് എങ്ങനെ വരിക? പ്രൈസ് നമുക്ക് 12,80,000 രൂപ നെറ്റ് ആക്കിയിട്ട് കൊടുക്കും. 12,80,000 എംബിഷൻ പെട്രോൾ ഓട്ടോമാറ്റിക് 1 ലിറ്റർ ടർബോ എഞ്ചിൻ വരുന്ന വാഹനമാണ്. പെട്രോൾ ഓട്ടോമാറ്റിക് മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ്. ഓക്കെ, അതിൽ ഹൈലൈറ്റ് കിലോമീറ്റർ 9,000 ഓടിയിട്ടുള്ളൂ. അതെ അതെ. അപ്പോ ലോ കിലോമീറ്റർ വാഹനങ്ങളും വാറണ്ടി ഒക്കെ വേണ്ടവർ ധൈര്യമായിട്ട് വന്നിട്ട് എടുക്കാം. ഓക്കെ, ഏകദേശം ഫുൾ എമൗണ്ട് ലോൺ കൊടുക്കാം. നല്ല കാട്ടി. അടുത്ത 7 സീറ്റർ ടാറ്റ സഫാരി ആണ് വാഹനം. ഏതാ മോഡല്? 2021 മോഡല് ടാറ്റ സഫാരി XT പ്ലസ് എന്ന് പറഞ്ഞ വേരിയന്റ് ഡീസൽ മാനുവൽ. XT പ്ലസിൽ സൺറൂഫ് വരുന്ന വാഹനം 7 സീറ്റർ വാഹനമാണ്. ഡീസൽ മാനുവൽ. മൈലേജ് ഉണ്ടാവും. ഒരു 15 റേഞ്ച് ഒക്കെ ഏകദേശം 14-15 എന്തായാലും കിട്ടും. ആ റേഞ്ച് മൈലേജ് കിട്ടും. നല്ല പവർഫുൾ എഞ്ചിനാണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടിയാണ്. കിലോമീറ്റർ എത്രയും? കിലോമീറ്റർ 87,000 കിലോമീറ്റർ ഓടി. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഓക്കെ, 87,000 ഓടിക്കുന്ന വാഹനമാണ്. XT പ്ലസ് മാനുവൽ ഡീസൽ 2022 മോഡൽ സിംഗിൾ ഓണർഷിപ്പ്. 21 മോഡൽ 21 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. പ്രൈസ് എങ്ങനെയാ? പ്രൈസ് 12.5 ലക്ഷമാണ്. പക്ഷെ നമ്മളെ ഓണം സ്പെഷ്യൽ ഓഫർ പ്രൈസിൽ നെറ്റ് പ്രൈസിൽ 11,90,000 രൂപ ഫൈനൽ കൊടുക്കുക. ഓക്കെ,
11,95 നിങ്ങൾക്ക് ഒരു 21 മോഡൽ XT പ്ലസ് ഡീസൽ മാനുവൽ ടാറ്റ സഫാരി. മഹീന്ദ്ര ഥാർ 2 ഥാർ ഉണ്ട് കേട്ടോ. ആദ്യം ഏതാ മോഡൽ ഇത്? 2023 മോഡല് മഹീന്ദ്ര താർ 2 വീൽ പെട്രോൾ ഓട്ടോമാറ്റിക്. 2 വീൽ ഓട്ടോമാറ്റിക്, 2 വീൽ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. പെട്രോൾ ഫുൾ ഓപ്ഷൻ വണ്ടി. ഓക്കെ. അപ്പോ ഓട്ടം കിലോമീറ്റർ ഇതും ഹൈലൈറ്റ് ആണ്. 14,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വെറും 14,000. കുറഞ്ഞ ഓട്ടാണ്. കുറഞ്ഞ ഓട്ടം, ബ്ലാക്ക് കളർ. ഓക്കെ. അതെ. അപ്പോൾ പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്, 2 വീലാണ്. ഓഫ് റോഡ് പർപ്പസിന് പറ്റൂല. പറ്റുന്ന വെച്ചാല് സിറ്റി ഡ്രൈവിന് സിറ്റി ഡ്രൈവിന് പക്ക വണ്ടിയാണ്. പിന്നെ മൈലേജ് ഉണ്ടാവും അത്യാവശ്യം മൈലേജ് വരുന്നുണ്ട്. ഓക്കെ. പ്രൈസ് എങ്ങനെയാ? പ്രൈസ് 13,90,000 നമ്മളെ ഓണം സ്പെഷ്യൽ പ്രൈസ്. നെറ്റ് പ്രൈസ് 13,50,000 രൂപ കൊടുക്കാം. 13.5 ലക്ഷത്തിന് 2023 വെറും 14,000 കിലോമീറ്റർ ഓടിയ ബ്ലാക്ക് കളറിലുള്ള പെട്രോൾ ഓട്ടോമാറ്റിക് കാർ. ശരിക്ക് പെട്രോൾ ഓട്ടോമാറ്റിക് ഓൺ റോഡ് എത്ര വരുന്നുണ്ട്? 17ന്റെ മുകളിൽ വരുന്നുണ്ട്. 18 ലക്ഷം രൂപ അടുത്ത് വരും. 18ന്റെ അടുത്തുണ്ട്. ഓക്കെ. കാരണം താറിന്റെ വില പറയുമ്പോൾ പലർക്കും കൺഫ്യൂഷൻ ആണ്. അതെ, അത് ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ടാണ്. പക്ഷേ ഇത് മാർക്കറ്റിൽ ഇപ്പോഴും പലരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് 30,000 കിലോമീറ്റർ വണ്ടിക്ക് കൂടെ 13,95, 14,000 ഒക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നെറ്റ് പ്രൈസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓട്ടം കുറഞ്ഞ വണ്ടിയാണ്, ബ്ലാക്ക് കളറുമാണ്. ഓഫർ റേറ്റും ആണ്. 23 മോഡൽ. ഏകദേശം നമുക്ക് ഫുൾ ലോണും കൊടുക്കാൻ പറ്റും. ഇതാ വെർച്ചസ് ആണ് അടുത്തത്. ഫോക്സ് വാഗൺ വെർച്ചസ്. സ്കെയിൽ എത്രയാ അറിയാവോ? തിരുവനന്തപുരം. 31 രജിസ്ട്രേഷൻ. ഏതാ മോഡല്? 2022 മോഡല് വെർച്ചസ് ഹൈലൈൻ പെട്രോൾ ഓട്ടോമാറ്റിക്. ഓക്കെ. ഹൈലൈൻ വെച്ചാൽ മിഡിൽ ഓപ്ഷൻ ആണ്. ടോപ്പ് ലൈൻ വരും. ഹൈലൈൻ ടോപ്പ് ലൈൻ അങ്ങനെ വരും. ടോപ്പ് ലൈൻ ആകുമ്പോൾ സീറ്റ് വെന്റിലേഷൻ, വയർലെസ് ചാർജർ, സൺറൂഫ് ഉണ്ടാവും. അത് മൂന്നുമില്ല. ഓക്കെ. ബാക്കി പിന്നെ മിറർ അഡ്ജസ്റ്റ്മെന്റ് അങ്ങനത്തെ ഫീച്ചേഴ്സ് ഉണ്ടാവും അല്ലേ? ഓക്കെ. കിലോമീറ്റർ എത്ര? കിലോമീറ്റർ 50,000 സിംഗിൾ ഓണർ, കറക്റ്റ് സർവീസ് ഉള്ള വണ്ടി. 50,000 സിംഗിൾ ഓണർഷിപ്പ് തന്നെയാണ്. ഓക്കെ. 1 ലിറ്റർ ടർബോ എഞ്ചിൻ, ഒരു 11-15 ഇടയിൽ ഏകദേശം മൈലേജ് കിട്ടുന്ന വാഹനമാണ്. പിന്നെ ഒരു ക്ലെയിം റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നും ക്ലെയിം ഒന്നും. പ്രൈസ് എങ്ങനെയാ? പ്രൈസ് നമുക്ക് ഓഫർ പ്രൈസിൽ നെറ്റ് പ്രൈസ് 10,90,000 രൂപ. 10,90 ഒരു വേർച്ചസ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഓക്കെ. ഓട്ടോമാറ്റിക് വണ്ടിയാണ്. പിന്നെ ടോർക്ക് കൺവെർട്ടർ ഗിയർ ബോക്സ് ആണ് ഇതിൽ. ലോണ് 10 ലക്ഷം വരെ. 10 ലക്ഷം ഈസി ആയിട്ട് കൊടുക്കാൻ പറ്റുമോ? 10 മേലൊക്കെ നോക്കാം. നല്ല പാർട്ടിയാണോ കൊടുക്കാം. ഓക്കെ. അടുത്തത് പ്രീമിയം സെഗ്മെന്റ് ആണ്. മെർസിഡസ് ബെൻസ് GLE 250 ആണ്. അതായത് ഒരു SUV സെഗ്മെന്റ് എന്ന് വെച്ചാൽ നമുക്ക് വലിയ മെയിൻ്റെനൻസ് ഇല്ലാണ്ട് കൊണ്ടു നടക്കാൻ പറ്റിയ ഒരു SUV സെഗ്മെന്റ് ആണ് അല്ലേ? ബെൻസിലെ ആൾക്കാർ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു മോഡൽ. അതെ, തീർച്ചയായും. പിന്നെ ഏതാ മോഡൽ ഇത്? 2018 മോഡൽ, 19 രജിസ്ട്രേഷൻ, സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ബെൻസിന്റെ GLE 250. ഒറിജിനൽ കേരള നമ്മൾ ചെയ്യുന്നുള്ളൂ. അത്രേ ഉള്ളൂ. 18 മോഡൽ, 19 കിലോമീറ്റർ 86,000 കിലോമീറ്റർ ഓടി. 50,000 രൂപ വരെ ബ്രിഡ്ജ് വേ സർവീസ്. ബാക്കിയുള്ള സർവീസ് കംപ്ലീറ്റ് റെപ്യൂട്ടഡ് സർവീസ് സർവീസ് പുറത്തുനിന്നുണ്ടാവും. ബാക്കിയുള്ള സർവീസ് അതെ ചെയ്യുന്നത്. ബാക്കി ചെയ്തിരിക്കുന്നത് കറക്റ്റ് സർവീസ് അല്ല, മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന വണ്ടിയാണ്. അതെ, വണ്ടി വന്നതേ ഉള്ളൂ. നമ്മൾ പോളിഷ് ചെയ്യേണ്ട RF ചെയ്യാനുണ്ട്. അതായത് നിങ്ങളിപ്പോ വീഡിയോ കാണുമ്പോൾ ചെറിയ സ്ക്രാച്ചസ് പിന്നെ പോളിഷ് ഒന്നും ചെയ്തിട്ടില്ല. തരുള്ളൂ അല്ലേ? ആക്സിഡന്റ് ഇല്ല, റീപ്ലേസ്മെന്റ് ഇല്ല, ഒന്നുമില്ല. ഫുൾ ഓപ്ഷൻ വണ്ടി. എത്രയാ പ്രൈസ്? എങ്ങനെയാ നമുക്ക് ഓഫർ പ്രൈസ് എന്ന് പറഞ്ഞാൽ 30,70,000 രൂപ. ഈ ഫ്ലൈറ്റിൽ ഒറിജിനൽ കേരള വണ്ടി കിട്ടാൻ സാധ്യത കുറവാണ്. ക്ലെയിമുള്ള റീപ്ലേസ്മെന്റ് അല്ലാത്ത നല്ല വണ്ടികൾ. 18 മോഡൽ 19 രജിസ്ട്രേഷൻ 30,70,000. എനിക്ക് തോന്നുന്നു 100% ലോണും കൊടുക്കാൻ പറ്റും. ഓക്കെ. ഫുൾ ലോണിൽ ഒരു GLE 250 നല്ലൊരു വണ്ടി. വലിയ ഓട്ടം പോയിട്ടില്ല. കറക്റ്റ് നമ്പർ. അടുത്തത് കിയ സെൽറ്റോസ് ആണ്. KL 45 രജിസ്ട്രേഷൻ വരുന്ന വാഹനം. ഇതേതാ മോഡൽ വരുന്നത്? 2023 സെൽറ്റോസിന്റെ ന്യൂ ഷേപ്പ്. 23 ന്യൂ ഷേപ്പ് വന്നത്. ഓക്കെ. പിന്നെ വാറണ്ടിയിലാണ്. 9 മാസം സെപ്റ്റംബർ 21 വരെ വാറണ്ടിയിൽ നിൽക്കുന്ന വാഹനമാണ്. എടുത്തു കഴിഞ്ഞാൽ എക്സ്റ്റെൻഡ് ചെയ്യാനും പറ്റും. ഓക്കെ. പിന്നെ ഓട്ടം 77,000 കിലോമീറ്റർ ഓടിയിരിക്കുന്ന GT ലൈൻ ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. ഏറ്റവും ടോപ്പിൽ വണ്ടി. മൈലേജ് എല്ലാം ഉള്ള ഒരു അടിപൊളി വണ്ടിയാണ്. ഓക്കെ. GT ലൈനെ പറ്റി പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഡെയിലി യൂസിനൊക്കെ പറ്റിയൊരു കോമ്പാക്ട് SUV ആണ് കേട്ടോ. പിന്നെ പ്രൈസ് എങ്ങനെയാ? പ്രൈസ് നമുക്ക് ഒരു ഓഫർ പ്രൈസിൽ 16,40,000 രൂപ കൊടുക്കാം. 16,40 അല്ലേ? അന്ന് ഇറങ്ങുമ്പോൾ എത്ര? 23ന്റെ മോള് 24 അടുത്തായിട്ടുണ്ട്. ഇപ്പൊ 25ന്റെ മോള് വരുന്നുണ്ട്. ഓക്കെ. അപ്പോ എന്താ പറയാ, നല്ല മൈലേജിൽ കൊണ്ടുനടക്കാൻ പറ്റുന്ന അതും ഫുൾ ലോൺ ആഗ്രഹിക്കുന്നവർക്ക് ഫുൾ ലോണും കൊടുക്കാൻ പറ്റും. ട്രാക്ക് ഉണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റും അല്ലേ?
അപ്പോൾ താല്പര്യം ഉണ്ടോ നോക്കിക്കോളൂ അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് മൈലേജിൽ കൊണ്ടുനടക്കാൻ പറ്റിയ ഒരു പെട്രോൾ വണ്ടിയാണ്. ഗ്രാൻഡ് വിറ്റാര KL 57 കോഴിക്കോട് കൊടുവള്ളി രജിസ്ട്രേഷൻ വരുന്ന വാഹനം. ഫുൾ ഹൈബ്രിഡ് ആണ് അല്ലേ? ഫുള്ളി ഹൈബ്രിഡ് ആണ്. ഫുൾ ഓപ്ഷനും ഫുൾ ഓപ്ഷൻ ആണ് അല്ലേ? ആൽഫ ഏറ്റവും ടോപ്പിന്റെ വാഹനമാണ്. മോഡൽ ഏതാ? 2023 ടോപ്പ് എൻഡ് വേരിയന്റ് ആയ അൽഫ പ്ലസ് ഫുള്ളി ഹൈബ്രിഡ് ഓട്ടോമാറ്റിക്. ഓക്കെ. വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, നമുക്ക് വേണമെങ്കിൽ ലാസ്റ്റ് ആവുന്നേ ഉള്ളൂ. കഴിഞ്ഞിട്ടുണ്ട് അല്ല 2020 നമുക്ക് വേറെ വാറണ്ടി കൊടുക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ അഡീഷണൽ വേണേൽ വാറണ്ടി 1 ഇയറും കൂടി 1 ഇയർ നമുക്കാണ് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. എന്താ പറയാ, ഒരു 18, 19, 20 റേഞ്ച് മുകളിൽ കിട്ടുന്ന ആളുകൾ പറയുന്നുണ്ട്. 18 വരെ നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം. 18 മുകളിൽ ഉറപ്പായിട്ടും 18 മുകളിൽ പ്രതീക്ഷിക്കാം. ഓക്കെ. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? റീപ്ലേസ്മെന്റ് ഡിക്ക് റീപ്ലേസ്മെന്റ്, ഡിക്കും ബമ്പറും റീപ്ലേസ്മെന്റ്, ഗ്ലാസ് മാറിയിട്ടില്ല. ബാക്ക് ഡിക്കും ബമ്പറും. ഓക്കെ. അപ്പോ സിംഗിൾ ഓണർഷിപ്പ് തന്നെ? സിംഗിൾ ഓണർഷിപ്പില്. കിലോമീറ്റർ പറഞ്ഞു നമ്മള്? കിലോമീറ്റർ 52,000 കിലോമീറ്റർ ഓടി. 52,000 കിലോമീറ്റർ ഓടി. 2023 ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് ഹൈബ്രിഡ് ഗ്രാൻഡ് വിറ്റാരയാണ്. ഇത് ഇറങ്ങുമ്പോൾ 24 അടുത്തുണ്ട് അല്ലേ? ഓക്കെ. പ്രൈസ് എങ്ങനെയാ ഇതിന്റെ? പ്രൈസ് നമുക്ക് നെറ്റ് ആക്കിയിട്ട് 16,75,000 രൂപ കൊടുക്കാം. 16,75,000 ഈ ഒരു ഗ്രാൻഡ് വിറ്റാര കൊണ്ടുപോകാം. ഫുൾ ഹൈബ്രിഡ് വണ്ടി. മൈലേജ് ആണ് ഹൈലൈറ്റ്, ഒന്നും പറയാം. ഓട്ടോമാറ്റിക് വണ്ടിയാണ്. അടുത്ത വണ്ടിയിലേക്ക്. അടുത്ത വാഹനം എന്താ? Volkswagen T-Roc ആണ്. ഇതേതാ മോഡല്? 2023 മോഡല് Volkswagenന്റെ CB വണ്ടിയായ T-Roc. ഇമ്പോർട്ട് വണ്ടി. ഓക്കെ. T-Roc ഫുൾ ഓപ്ഷൻ വണ്ടി, ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ. കിലോമീറ്റർ 53,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ്? സിംഗിൾ ഓണർഷിപ്പ്. ഓണർ. ഈ വണ്ടി നമ്മൾ മുമ്പ് കാണിച്ചിട്ടുണ്ട്. അന്ന് നമ്മൾ 18,50 വില ഇട്ടിരുന്നത്. ഓക്കെ. അന്ന് പാർക്കൽ സെയിലായിരുന്നു. അപ്പൊ ഈ വണ്ടി ഇപ്പൊ നമ്മൾ ഇന്നലെ പർച്ചേസ് ചെയ്തു. കസ്റ്റമർക്ക് എമർജൻസി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു ഓഫർ പ്രൈസിന് കൊടുക്കാൻ പറ്റും. എത്രക്ക്? നെറ്റ് 16,70,000 രൂപ കൊടുക്കാം. 16,70,000 ഓട്ടോമാറ്റിക് T-Roc ഫുൾ ഓപ്ഷൻ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഫുൾ സർവീസ്. നമുക്ക് അന്ന് 16 പറഞ്ഞിട്ട് കൊടുത്തിട്ടില്ലായിരുന്നു അല്ലേ? 16,70,000 കൊണ്ടുപോകാം കേട്ടോ. ഓക്കെ. അപ്പോൾ മാക്സിമം ലോണും കിട്ടൂലേ? ഫുൾ ലോൺ കൊടുക്കാം. നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനം മഹീന്ദ്ര Thar ആണ്. ഇന്നത്തെ മോഡൽ കാര്യങ്ങളൊക്കെ 2021 മോഡലാണ്, 22 രജിസ്ട്രേഷൻ. ഓക്കെ. സിംഗിൾ ഓണർ 4x4 LXT ഹാർഡ് ടോപ്പ് വരുന്ന Thar പെട്രോൾ മാനുവൽ 4x4 ആണ്. അതൊരു വെറൈറ്റി കളറിൽ. സാധാരണ എല്ലാവരും ബ്ലാക്ക് ആണ് നോക്കുക. ഒരു വെറൈറ്റി കളർ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റുന്നത് ഗ്രേ കളറിലാണ്. ഗ്രേ ആണ്. 21 മോഡൽ, 22 രജിസ്ട്രേഷൻ വരുന്ന വാഹനം. സിംഗിൾ ഓണർഷിപ്പ് വരുന്ന വണ്ടി. ക്ലെയിം കാര്യമൊന്നുമില്ലല്ലോ? ഒരു ക്ലെയിം ഇല്ല. 38,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓക്കെ. പ്രൈസ് എങ്ങനെയാ? പ്രൈസ് എന്ന് പറഞ്ഞാൽ സാധാരണ Thar എടുക്കാൻ പലർക്കും ആഗ്രഹം ഉണ്ടാവും. പക്ഷെ Thar എങ്ങനെ പോയാലും ഒരു 13, 12 ആ റേഞ്ച് ഇങ്ങനെ പോകും. ഒരു 4x4 മാനുവൽ മൈലേജ് കിട്ടുന്ന പെട്രോൾ വണ്ടിയാലും അധികം ഓട്ടം ഇല്ലാത്തവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന Thar ആണെങ്കിൽ കൊണ്ട് സജസ്റ്റ് ചെയ്യാൻ പറ്റും. കാരണം ഓഫർ പ്രൈസിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. വെറും 11,50,000 രൂപ. 11,00,000 21 മോഡൽ, 22 രജിസ്ട്രേഷൻ, 4x4 മാനുവൽ സിംഗിൾ ഓണർ Thar പെട്രോൾ. ഓക്കെ. സിംഗിൾ ഓണർ വണ്ടി. ഓക്കെ. അപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ നോക്കിയാൽ ഫുൾ ലോൺ കയറും. ഫുൾ ലോൺ കയറുകയും ചെയ്യും. നല്ല വണ്ടിയാണ്. ഓക്കെ. അപ്പോൾ നിർത്താണ് നമ്മൾ. കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. സെപ്റ്റംബർ 14 വരെ ഓഫർ ഉണ്ട് ഷോറൂമിലും. ഇന്റർനാഷണൽ ട്രിപ്പ് ഉണ്ട്, അഷ്യോർഡ് ഗിഫ്റ്റ് ഉണ്ട്. അടിപൊളി ഓഫർ പ്രൈസ് ആണ്. നിങ്ങൾ ഈ പ്രൈസിനെ പറ്റി നിങ്ങൾ കമന്റ് അറിയിക്കുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അറിയിക്കുക. നമ്മൾ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളെ കസ്റ്റമേഴ്സിന് നല്ല ട്രീറ്റ് കൊടുക്കാൻ പറ്റണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് നമ്മൾ ഈ ഓഫറുകളെല്ലാം കൊടുക്കുന്നത്. നിങ്ങൾ കൂടെ ഉണ്ടാവുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടിലാണ് നമ്മൾ ഇവിടെ വരെ എത്തിയത്. ഒരിക്കലും മറക്കില്ല. പൂർണ്ണ സപ്പോർട്ട് ഇനിയും പ്രതീക്ഷിച്ചോളുന്നു. ഓക്കെ. എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം. അഡ്വാൻസ്. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ, ഹാപ്പി ഓണം. എല്ലാവർക്കും നന്ദി. താങ്ക് യു.